ആദ്യം ആ സ്കൈ ഡൈനിങ്ങിനിടെയുണ്ടായ അപകടത്തിലേക്കാണ്. ഇടുക്കി ആനച്ചാലിലാണ് സംഭവം. വിനോദസഞ്ചാരികൾ ഏറെ സമയം അവിടെ കുടുങ്ങിക്കിടന്നു. അവരെ താഴെ ഇറക്കി. കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് ആകാശത്ത് കുടുങ്ങിയത്. സ്കൈ ഡൈനിങ്ങിനിടെ ഡൈനിങ്ങിന് വേണ്ടി പ്രവർത്തിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അപകടകരമായ രീതിയിൽ സ്കൈ ഡൈനിങ് നടത്തിയതിനാൽ കരിമണ്ണൂർ സ്വദേശിയായ ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. ജെയിനസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, എല്ലാവരും സുരക്ഷിതരാണോ? ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അങ്കലാപ്പുണ്ടോ ആളുകൾക്ക്? ദിവിഷ, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മൊത്തം വിനോദസഞ്ചാരികൾ, കുട്ടികളടക്കം 6 പേരാണ് വിനോദസഞ്ചാരികളായി ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു. ഇവരടക്കം എല്ലാവരെയും താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. 4 മുതിർന്നവരും 2 മുതിർന്നവരും 3 മുതിർന്നവരും 2 കുട്ടികളുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മംഗലാപുരം സ്വദേശികളാണിവർ. മുഹമ്മദ് സാഹ്വാൻ, അതോടൊപ്പം തന്നെ തൗഫീന എന്ന് പറയുന്ന 2 അവരും അവരുടെ കുട്ടികളുമാണ് ഈ ഇതിൽ കുടുങ്ങിയത്. പ്രിയ എന്ന ജീവനക്കാരി കൂടി ഇവിടെ ഈ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയിരുന്നു. ഇവരെ എല്ലാവരെയും താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, അവർക്ക് യാതൊരു രീതിയിലുള്ള പരിക്കുമില്ല, ആശങ്കയുമില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 3-3.5 മണിക്കൂറോളം അവർ ഈ സ്കൈ ഡൈനിങ് സംവിധാനത്തിൽ കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പൂർണ്ണമായും ഫയർഫോഴ്സ് എത്തിയത് കൊണ്ട് മാത്രമാണല്ലോ അല്ലേ രക്ഷാപ്രവർത്തനം നടന്നത്? അവിടത്തെ ഈ സ്കൈ ഡൈനിങ് നടത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു അപകട സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള രക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ദിവിഷ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇത്തരം അഡ്വഞ്ചർ ടൂറിസം സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാഹസിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ യാതൊരു രീതിയിലും അത്തരമൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റോപ്പ് ഉപയോഗിച്ച് മുകളിൽ കയറി ആളുകളെ റോപ്പ് വഴി തന്നെ താഴേക്ക് എത്തിച്ചു. അതായത് ഈ സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമാണ്. അവിടെ ഒരു അപകട സാധ്യത ഉണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ആ കാഷ്വാലിറ്റി കുറയ്ക്കുന്നതിനും ആ വിനോദസഞ്ചാരികൾക്ക് അപകടമില്ലാതെ പുറത്തെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ക്രെയിൻ സംവിധാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ പോലും ഒരു ജീവനക്കാരനെ പോലും അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കോയമ്പത്തൂരിൽ നിന്നോ മറ്റോ ഇതിന്റെ സാങ്കേതിക വിദഗ്ധർ എത്തിയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയും. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ സംവിധാനമല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ എത്രയോ റീലുകളാണ് ഇതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ റീലുകൾ കാണാം. ഈ പഞ്ചായത്തൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു പറഞ്ഞാൽ മിണ്ടായിരിക്കാൻ കഴിയും. ഇത് ഒളിപ്പിച്ചു വയ്ക്കാൻ, കോഴിക്കോടൊന്നുമല്ലല്ലോ, ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റുന്ന സാധനമല്ല. ഇത്രയും വലിയൊരു സംവിധാനം അവിടെ പ്രവർത്തിച്ചിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഈ ആളുകളുടെ എല്ലാം മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഈ സംവിധാനം അവിടെ പ്രവർത്തിച്ചിരുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈ സ്ഥലം, അതായത് ഈ സ്കൈ ഡൈനിങ് ഇരിക്കുന്ന സ്ഥലം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു BJP നേതാവിൻ്റെതാണ്. അതായത് ന്യൂനപക്ഷ മോർച്ചയുടെ ഭാരവാഹിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഉടമ എന്ന് പറയുന്നത് ആനച്ചാലിൽ തന്നെ മറ്റൊരു ഇത്തരം സാഹസിക ടൂറിസം പദ്ധതി, ഒരു പാർക്ക് പോലെ നടത്തുന്ന ഒരാളാണെന്ന് പറയുന്നു. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിന് എന്തൊക്കെ അനുമതി ഉണ്ട് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ ഭരണകൂടം അടക്കമുള്ള സംവിധാനങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, ദുരന്ത നിവാരണ സംവിധാനവുമായി ബന്ധപ്പെട്ടും ടൂറിസവുമായി ബന്ധപ്പെട്ടും DTPC ആയി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം പുറമേ നിന്ന് വിദേശികൾ അടക്കമുള്ള വിനോദസഞ്ചാരികൾ എത്തിയാണ് അവർ കൗതുകം കൊണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ കയറുന്നത്. അപ്പോൾ അങ്ങനെ എത്തുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനാണ് വീഴ്ച വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ അടുത്ത കാലത്ത് വരെ എത്ര പേർക്ക് ഇരിക്കാവുന്ന സംവിധാനമാണ്? എത്ര കാലമായി ഇത് ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നു? ഇപ്പൊ ഈ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ ഇടുക്കിയിലൊക്കെ വലിയ അപകട സാധ്യതകളുള്ളതാണ്. ആ സമയത്തൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കാറുണ്ടോ? അതോ എങ്ങനെയും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണോ? ദിവിഷ്, ഏതാണ്ടൊരു 4 മാസത്തിലധികമായില്ല ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടത്. 2 മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം ഇത് വളരെ പെട്ടെന്ന് സ്ഥാപിച്ച ഒന്നാണ്. കാരണം ഇതിനകത്ത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നുമില്ല.
ഒരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിനിലേക്ക് ഒരു ചെറിയ വടം കെട്ടി അവിടെ ഒരു ഡൈനിങ് ടേബിളും അതോടൊപ്പം തന്നെ ഇരിപ്പിടങ്ങളും ഒരുക്കിയ ഒരു സംവിധാനം മാത്രമാണ്. മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്രത്തോളം നിസ്സാരമായിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ആരെങ്കിലും കുടുങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ഈ ക്രെയിൻ താഴാതെ വന്നാൽ എന്ത് പരിഹാരം, എങ്ങനെ ഇവരെ പുറത്തെത്തിക്കും എന്ന ചോദ്യമുണ്ട്. അതിനൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതിന് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ടോ, അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അനുമതി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പഞ്ചായത്ത് പറയുന്നത് ഇതൊരു നിർമ്മാണ പ്രവൃത്തിയല്ല. അത് സ്വാഭാവികമായും അതുകൊണ്ട് പഞ്ചായത്തിന് ഇതുമായി ബന്ധപ്പെട്ട അനുമതികളൊന്നും നൽകേണ്ടതില്ല. പഞ്ചായത്തിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്.